നിയമസഭയിൽ ഗുരുതര ചട്ടലംഘനം, ഗവർണർക്കൊപ്പം സഭയ്ക്കകത്ത് കയറി DGP. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഗുരുതര ചട്ടലംഘനം നടന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കൊപ്പം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിയമസഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. ഇത് പതിവില്ലാത്ത കീഴ്വഴക്കമാണെന്നും സഭയ്ക്കകത്തേക്ക് കടക്കാൻ പ്രോട്ടോകോൾ പ്രകാരം DGPക്ക് അനുമതിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇക്കാര്യം സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പിണറായി പറഞ്ഞു. മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലുമായി CMRL. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനി അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് CMRL അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ED അന്വേഷണം ഉടൻ തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ED അന്വേഷണം നിയമവിരുദ്ധമാണെന്നാണ് കമ്പനി വാദിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയിരുന്നു. ഗോവയിൽ നിന്നും മയക്കുമരുന്നുമായി കേരളത്തിലെത്തിയ യുവാവ് പിടിയിൽ. കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും MDMAയുമായി യുവാവ് പയ്യന്നൂർ പോലീസിന്റെ പിടിയിൽ. എട്ടിക്കുളം രാമന്തളി സ്വദേശി നഫീസ മൻസിലിൽ മുഹമ്മദ് തസ്ലീം NB ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ സിബ്ലോ കവറിലാക്കി സൂക്ഷിച്ചിരുന്ന നിലയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. മയക്കുമരുന്ന് കൂടാതെ 2510 രൂപയും പോക്കറ്റിലുണ്ടായിരുന്നു. ഗോവയിൽ നിന്ന് ട്രെയിൻ മാർഗം മയക്കുമരുന്ന് പയ്യന്നൂരിലെത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നതെന്ന് യുവാവ് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി E. ശ്രീധരൻ കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട്. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം അതിവേഗ റെയിൽപാത നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് V.D. സതീശൻ സർക്കാർ. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള പുതിയ അതിവേഗ റെയിൽപാതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾക്കായി മുഖ്യമന്ത്രി V.D. സതീശൻ E. ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തും. E. ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പാതയും ചർച്ചയാകുമെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ടാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. സംഘടനയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മാനേജർ അതുല്യ. ഗുരുതര ആരോപണങ്ങളുമായി അതുല്യ കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുല്യയുമായി അപകീർത്തികരമായ ബന്ധമുണ്ടെന്ന് പറയാൻ സെക്യൂരിറ്റി ജീവനക്കാരനെ കുക്കു പരമേശ്വരൻ നിർബന്ധിച്ചതായാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അതുല്യ പരാതി നൽകി. തനിക്കെതിരെ തൊഴിൽ പീഡനം നടന്നുവെന്നും തന്നെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നതായും അതുല്യയുടെ പരാതിയിൽ പറയുന്നു. ഗൂഢാലോചനയും ഭീഷണിപ്പെടുത്തലും നടന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദ് സമ്മതിച്ച ഓഡിയോ സംഭാഷണവും അതുല്യ പുറത്തുവിട്ടിട്ടുണ്ട്. ഉണ്ണി ശിവപാലിനു വേണ്ടി കുക്കു പരമേശ്വരൻ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും അതുല്യ ആരോപിച്ചു.